യാത്രകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ടല്ലേ. മനസ്സ് തീരെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു യാത്ര പോയിട്ട് വന്നാൽ ഓക്കെ ആവുന്നവരുണ്ട്. വർഷങ്ങളായിട്ട് കൂട്ടുകാരുമൊത്ത് ഒരു ടൂർ പ്ലാൻ മാത്രം ചെയ്ത് കാത്തിരിക്കുന്നവരുണ്ടാവും. ആയ കാലത്ത് ഒരുപാട് യാത്ര ചെയ്തു, ഇനി യാത്രയ്ക്കൊന്നും വയ്യ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. മനസ്സുകൊണ്ട് ഒരൊറ്റ നിമിഷം കൊണ്ട് ലോകം മൊത്തം കറങ്ങിപ്പോയിട്ട് വരുന്നവരുണ്ടാവും. ഈ യാത്രയേക്കാൾ രസം യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ തന്നെയാണല്ലേ. നമസ്കാരം, വീണിടം വിദ്യയാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. രാവിലെയും വൈകിട്ടും സ്കൂളിലും ജോലിക്കും പോകുന്ന യാത്രയിൽ തുടങ്ങി കല്യാണ യാത്ര, വിരുന്ന് യാത്ര, ഹണിമൂൺ യാത്ര, ബിസിനസ് യാത്ര, റിലാക്സേഷൻ യാത്ര, ഇൻസ്പിറേഷൻ യാത്ര, അങ്ങനെ ഒരുപാട് ചെയ്തു. ഗൂഗിൾ മാപ്പ് വഴി ചെന്ന് കണ്ട അടുക്കള വഴി കയറി ആറ്റിലോട്ട് ഇറങ്ങണ യാത്രയൊക്കെ ചെയ്തിട്ട് അവസാനം 4 പേരുടെ ചുമരിലേറിപ്പോണ മരണയാത്ര വരെ ഉണ്ടല്ലേ. പക്ഷേ ഇപ്പോൾ ട്രെൻഡ് അതൊന്നുമല്ല, രാഷ്ട്രീയ യാത്ര. അതാണ് ലിത്. പണ്ട് നമ്മുടെ ഗാന്ധിജി ദണ്ഡി യാത്രയിൽ തുടങ്ങി വെച്ചത് പിൻതലമുറക്കാർ പിന്തുടരുന്നതാണ്. പക്ഷെ ഇതൊരു വല്ലാത്ത ജാതി പിന്തുടരലായിപ്പോയി. പണ്ട് വണ്ടി മോട്ടറൊന്നും ഇല്ലാത്ത കാലത്ത് ആ ഒരു കമ്പ് ഊന്നി പിടിച്ച് നടന്ന് വലഞ്ഞു ചെന്ന് ബ്രിട്ടീഷുകാരെ നോക്കി ക്വിറ്റ് ഇന്ത്യ എന്ന് പറഞ്ഞതാണ്. ഇപ്പം നമ്മുടെ നേതാക്കന്മാർ ലക്ഷറി ബസ്സിൽ പോയി ഇറങ്ങി മൈക്കും എടുത്തു വെച്ച് പുതിയ ഇന്ത്യ ഉണ്ടാക്കി തരാം, പുതിയ കേരളത്തിന് ഉണ്ടാക്കി തരാം. അല്ലേ, ഈ ഉള്ള പഴയതിനെ തന്നെ ഒന്ന് നേരച്ചവ നോക്കിയാൽ തന്നെ മതിയായിരുന്നു. ഇതിപ്പോൾ ക്വിറ്റ് ഇന്ത്യക്ക് പകരം ഇന്ത്യൻ ക്വിറ്റ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ബ്രിട്ടീഷുകാർ വെറുതെ കിടന്ന കടലിൽ നിന്നുണ്ടാക്കുന്ന ഉപ്പിന് നികുതി ഇട്ടപ്പോൾ സ്വന്തം കഞ്ഞിയിൽ ഇത്തിരി ഉപ്പിടാൻ വേണ്ടിയിട്ടും നമുക്കും ഉപ്പുണ്ടാക്കാൻ അറിയാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ട ചങ്കുകളെ കൂട്ടിക്കൊണ്ട് 78 പേരിൽ തുടങ്ങിയ ദണ്ഡി യാത്ര 387 കിലോമീറ്റർ നടന്ന് തളർന്ന് നയാ പൈസ ചെലവില്ലാതെ വിജയിച്ച് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പിറകിൽ ആയിരക്കണക്കിന് അണികളുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കേ, ഈ ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര ഇന്നത്തെ കാലത്താണ് നടന്നിരുന്നെങ്കിൽ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അണികളേക്കാൾ കൂടുതൽ ചാനലുകളും മൈക്കുകളും വിത്ത് ലൈവ് സ്ട്രീം ടെലികാസ്റ്റ്. പവേർഡ് ബൈ എന്നും പറഞ്ഞുകൊണ്ട് ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര സ്പോൺസർഷിപ്പ്. വടിയുടെ ഫ്രണ്ടിൽ ഒരു ജിയോ പ്രോക്സ് ക്യാമറ. നടന്നു പോകുന്ന ഗാന്ധിജിയുടെ പിന്നാലെ ഒരു ക്യാരവാൻ. അവസാനം അവിടെ എത്തി ഉപ്പ് കിട്ടിയാലോ ഇരുചെവി അറിയാതെ വല്ല ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മറിച്ചടിക്കും. അത് കഴിഞ്ഞു പുതിയ പാർട്ടി വരുമ്പം ഈ ഉപ്പ് ചാക്കെടുത്ത് അവരെ തലയിലൊട്ടം വെച്ചു കൊടുക്കും. ഇപ്പോഴാണെങ്കിലോ നവകേരള സദസ്, കേരള പദയാത്ര, സമരാജ്ഞി, വികസന മുന്നേറ്റ യാത്ര, പുതുയുഗ യാത്ര എന്ന പേരിൽ വന്നില്ലേൽ ഇനി 2 ദിവസത്തെ ശമ്പളം കട്ട് ചെയ്താലോ എന്ന് പേടിച്ചോ, അല്ലെങ്കിൽ ഇനി വല്ല ഓണം കയറാ മൂലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാലോ എന്ന് പേടിച്ച് ഗതികെട്ട് വന്ന് കയറുന്ന 50 അണികളും, ഫ്ലെക്സ്, കൊടികൾ, തോരണങ്ങൾ, മുക്കിന് സ്റ്റേജസ്, പെട്രോളിങ്ങിന് പോലീസും, ബ്ലോക്കിൽ കെട്ടി നിൽക്കാൻ ഗതികെട്ട നമ്മൾ അല്ലേ. ഇതിൻ്റെ ഇടയിൽ അതും കൂടെ ചേർത്ത് പറയണമല്ലോ. അല്ലേ, ഇതിപ്പോൾ ആർക്കാ നഷ്ടം? കാട്ടിലെ തടി തേവരുടെ യാന, വലിയടാ വലി. ഇതിൻ്റെയൊക്കെ ഉദ്ദേശമാണ് അതിലും രസം. ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കുക. പൊതുജനം കവിതയാണല്ലോ, നേരിട്ട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. പുതിയ കേരളം സൃഷ്ടിക്കുക. അതെന്ത്, പഴയ കേരളം നിങ്ങളെ പിടിച്ച് കടിച്ച? വേറെ ചിലരുണ്ട് മറ്റു പാർട്ടിക്കാരുടെ കുറ്റങ്ങൾ പറഞ്ഞ് താറടിപ്പിക്കുക. ഇതിനേക്കാളും നല്ലത് ആഴ്ചയിൽ അയൽക്കൂട്ടം കൂടുന്നതല്ലായിരുന്നു. ഏറ്റവും പ്രധാനം അടുത്ത തെരഞ്ഞെടുപ്പിന് വിജയം ഉറപ്പിക്കുക. ചെന്നങ്ങ് കയറിക്കൊടു, ഇപ്പം കിട്ടും. ഞാനിത് പറയുമ്പോൾ ഇത് എൻ്റെ പാർട്ടിയെ പറ്റിയാണല്ലോ എന്ന് ചിലർക്കൊക്കെ തോന്നാം. കോകയെ കട്ടവനാണെങ്കിൽ തലയിലൊന്ന് കൂടെ ഉണ്ടോ എന്നൊന്ന് തപ്പി നോക്കും. ഇല്ലെങ്കിൽ ചൊറിയണ കമൻറ്റ് കിട്ടുമല്ലോ. ഇതിൻ്റെ നേരെ ഇപ്പം ഇങ്ങോട്ട് വരും. ഇതിൻ്റെയൊക്കെ ചിലവ് കണ്ടിട്ടുണ്ടോ? പേടിക്കണ്ട. ഈ യാത്ര ഈ ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലോട്ട് എത്തുമ്പോൾ തന്നെ കോടികളുടെ കണക്ക് എഴുതി കയറ്റിയിരിക്കും. അവസാനം യാത്ര തീരുന്നിടത്ത് ഈ യാത്ര തുടങ്ങിയവൻ പോലും ഇത് തീർന്നു എന്ന് പറയാൻ ഉണ്ടാവില്ല എന്നതാണ് ഒരു സങ്കടം. എന്തൊരു പ്രഹസനമാണ് സജിയെ. ചിലവ് ചുരുക്കാൻ വേണ്ടി പണ്ട് 10 കാറിലൊക്കെ യാത്ര ചെയ്തവർ ഇന്ന് ഒരൊറ്റ AC ബസ്സിൽ ഒരുമിച്ചാണ്. പണ്ട് സ്കൂളിലൊക്കെ നമ്മൾ എക്സ്കർഷൻ പോവില്ലേ, അതുപോലെ. അല്ല, എനിക്കൊരു ഡൗട്ട്, കസേരയ്ക്ക് വേണ്ടി അടികൂടുന്നവരല്ലേ ഇനി വിൻഡോ സീറ്റിന് വേണ്ടി അടികൂടണുണ്ടാവുമോ എന്തോ. ഡ്രൈവർ സീറ്റ് കൊടുത്തില്ല എന്നും പറഞ്ഞ് പാർട്ടി പോലെ മാറിപ്പോയ ആൾക്കാരുള്ള കാലമാണ്. ഈ യാത്രയിലൊക്കെ കാത്ത് കെട്ടിക്കിടന്ന് നിവേദനം കൊടുക്കുന്ന ചിലരുണ്ട്. നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും മല മറിച്ചാലോ എന്നൊരു ഉദ്ദേശത്തിൽ. ചിലരാണെങ്കിൽ ഇത് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോവും. വേറെ ചിലരാണെങ്കിൽ ഇത് എൻ്റെ ജോലിയല്ല, നിങ്ങൾ നിങ്ങളുടെ മന്ത്രിക്ക് കൊടുന്നുള്ള മറുപടി. ഇതൊന്നും അല്ലാത്ത മറ്റു കൂട്ടര് മെയ്തീനെ ആ ചെറിയ സ്പാനർ ഇങ്ങെടുത്തെ ഇപ്പം ശരിയാക്കി തരാം എന്നൊരു മറുപടി മാത്രം. ഉന്തും തള്ളും ഒക്കെ കൊണ്ട് വേർപ്പൊഴുക്കി ഒരു നിവേദനം കിട്ടിയ 24 മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ തീർപ്പാക്കാൻ കഴിയുന്ന കേരളമാണെന്ന് കാണിച്ച ഒരു മഹാൻ സ്വന്തം പാർട്ടിയുടെയും മറ്റു പാർട്ടിയുടെയൊക്കെ ഈ കോമഡി കണ്ട് സ്വർഗത്തിലിരുന്ന് ആസ്വദിച്ച് ചിരിക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞാൽ സാധാരണക്കാരുടെ യാത്രയിൽ ഇന്ന് ഏത് കൊടിയുടെ ബ്ലോക്കിൽ പെടുമെന്നൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇത് പറയുമ്പം നിങ്ങൾ പറയും ഇതൊക്കെ പൊതുജനത്തിന് വേണ്ടിയിട്ടാണെന്ന്. പൊതുജനത്തിന് ഈ യാത്രയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്നോ കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താൽ വരെ എന്തിനു വേണ്ടിയിട്ടാണെന്നോ പോലും ഇതുവരെ മനസ്സിലായിട്ടില്ല. വേറെയും ചില കോമഡി യാത്രകളുണ്ട്. കേരളത്തിൻ്റെ റോഡുകളെ പറ്റി പഠിക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ ഒരു കൊച്ചു വിമാനത്തിൽ കയറി പോയിട്ട് വന്ദേ ഭാരത് പിടിച്ച് തിരിച്ചു വരിക.
കേരളത്തിലെ പട്ടിണി പാവങ്ങളെ പറ്റി പഠിക്കാൻ വേണ്ടി അങ്ങ് ജപ്പാനിൽ പോയി 7 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുക. കേരളത്തിൽ ആധുനികവും വികസനപരവുമായ വൈദ്യം കൊണ്ടുവന്നിട്ട് അങ്ങ് അമേരിക്കയിൽ പോയി അവിടുത്തെ ഹോസ്പിറ്റലിന് വൃത്തിയുണ്ടോ എന്ന് നോക്കുക. കേരളത്തിലെ മാലിന്യ സംസ്കരണത്തിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി യൂറോപ്പിൽ പോയി ചുറ്റിക്കറങ്ങി വന്നിട്ട് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രം അടുത്തുള്ള ആറ്റിലേക്ക് ഒഴുക്കാനുള്ള അനുമതി കൊടുക്കുക. ലോകം മുഴുവൻ നമ്മളെ ശ്രദ്ധിക്കുമാറ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുക. അങ്ങനെയുള്ള യാത്രകൾ. എന്തോ കോടതി കാര്യത്തിന് മാത്രം ഇന്ത്യ വിട്ടു പോയിട്ടില്ല. ഇവിടെ ആണെങ്കിൽ അതും എന്തേലുമൊക്കെ നടക്കുമല്ലോ. അവിടെ വല്ലതും ചെന്ന് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിഞ്ഞ ഏത് പാർട്ടാണ് കട്ട് ചെയ്യണേന്ന് പറയാൻ പറ്റൂലല്ലോ. ദിവസവും പരപരാ വെളുക്കുമ്പോൾ മീൻകുട്ടയും തലയിൽ വെച്ച് മണിക്കൂറോളം യാത്ര ചെയ്ത് മുടുക്കുകൾ തോറും കയറി വിൽപ്പന നടത്തുന്ന മീൻ വിൽപ്പനക്കാരുണ്ട്. അവർക്ക് സൈറൻ മുഴക്കുന്ന പോലീസ് അകമ്പടിയൊന്നുമില്ല. സ്കൂൾ ബസ്സിന് കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് കുട്ടിയെ കൊണ്ട് രാവിലെയും വൈകിട്ടും നടന്നു പോകുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. അവർക്ക് ലക്ഷറി ബസ്സിൽ സീറ്റും ഇല്ല. രാത്രി വരെ പണി കഴിഞ്ഞ് റബ്ബർ ചെരുപ്പ് ഇട്ട് നടന്നു വരുന്ന അച്ഛനുണ്ട്. അവർക്ക് റോഡിലെ വളവും കുഴിയൊക്കെ മനപ്പാടുമാണ്. ഈ വർദ്ധിച്ചു വരുന്ന പെട്രോൾ ഡീസൽ വിലയിൽ മണിക്കൂറോളം ബ്ലോക്കിൽ കഷ്ടപ്പെട്ട് കിടക്കുന്ന നമ്മളുണ്ട്. നമുക്കൊരു ഗ്രീൻ സിഗ്നലും ഇല്ല. സത്യം പറഞ്ഞാൽ ഇവരൊക്കെയാണ് യഥാർത്ഥ യാത്രക്കാർ. രാഷ്ട്രീയക്കാർക്ക് ഈ യാത്രയൊക്കെ വെറും വോട്ട് ബാങ്കിങ് മാത്രമാണ്. നമുക്കിത് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ്. നല്ല യാത്രകൾ തുടരട്ടെ. താങ്ക് യു.